ബാലരാമപുരത്ത് ശ്രീധുവിനെ ചുറ്റിപ്പറ്റി ദുരൂഹതകൾ മാത്രം. രണ്ടാമത്തെ കുട്ടിയുടെ ഗർഭധാരണ സമയത്ത് തന്നെ ഭർത്താവിനെ ഒഴിവാക്കാൻ ശ്രീധു തന്ത്രപരമായ നീക്കം നടത്തി. ഇതിന് രഹസ്യ സ്വഭാവമുള്ള വിശദീകരണം പോലും ശ്രീധു നടത്തിയെന്നാണ് സൂചന. താലികെട്ടിയ ഭർത്താവിനെ ഒഴിവാക്കാൻ വജ്രായുധമായിരുന്നു ശ്രീധു പുറത്തെടുത്തത്. എന്നിട്ടും കുട്ടികളെ ഓർത്ത് ശ്രീജിത്ത് തുടർന്നു. ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ കാരണമാണ് ശ്രീധു ബാലരാമപുരത്തേക്ക് എത്തിയത്. അതിനുശേഷം തീർത്തും ദുരൂഹമായിരുന്നു ജീവിതം. ശ്രീധുവിന്റെ അച്ഛൻ ഉദയന്റെ മരണത്തിലും നാട്ടുകാർ ദുരൂഹത കാണുന്നുണ്ട്. മകളുടെ നിലപാടുകളെ ഉദയൻ എതിർത്തിരുന്നു. അതിന്റെ വിലയാണോ ഉദയന്റെ മരണമെന്ന സംശയം സജീവമാണ്. തന്ത്രപരമായി കളിക്കുന്ന ശ്രീധുവിന് പിന്നിൽ വമ്പൻ തോക്കുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ചെറിയ മാനസിക പ്രശ്നമുള്ള ഹരികുമാറിനെ കൊലപാതകിയാക്കി കേസിൽ നിന്ന് തടിയൂരാനുള്ള ശ്രീധുവിന്റെ നീക്കമാണോ നടക്കുന്നതെന്ന സംശയം സജീവമാണ്. എന്നാൽ പോലീസ് അന്വേഷണം ശ്രീധുവിലേക്ക് കടക്കുന്നില്ല. ഹരികുമാറിന്റെ കുറ്റസമ്മതമാണ് ഇതിന് തടസ്സം. ഈ കുറ്റസമ്മതവും ഉന്നതതല ഗൂഢാലോചനയാകാൻ സാധ്യതയേറെയാണ്. ഹരികുമാറിന് വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നും അതിനെല്ലാ സഹായവും സഹോദരി ചെയ്തു കൊടുത്തുവെന്ന തരത്തിലാണ് ആദ്യ വാർത്തകൾ. എന്നാൽ ഹരികുമാറിന് അത്തരം പ്രശ്നങ്ങളുള്ളതായി ആർക്കും അറിയില്ല. ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ മാതൃസഹോദരൻ ഹരികുമാറിന് 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം. 10ാം ക്ലാസ് കഴിഞ്ഞ് ചെണ്ട അഭ്യസിക്കാൻ പോയി. ഉത്സവങ്ങളിലും മറ്റും ചെണ്ടമേളത്തിലും പോകാറുണ്ടായിരുന്നു. 3 വർഷം ആലപ്പുഴയിലെ ഒരു ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നുവെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന്റെ അമ്മ ശ്രീധുവും ഭർത്താവ് ശ്രീജിത്തും തമ്മിൽ അകൽച്ചയിലായിരുന്നു. ഹരികുമാറും സഹോദരി ശ്രീധുവും നിഗൂഢ സ്വഭാവമുള്ളവരാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അടുത്തടുത്ത മുറികളിൽ നിന്ന് ഇരുവരും നിരന്തരം വാട്സപ്പ് ചാറ്റും വീഡിയോ കോളും ചെയ്യാറുണ്ടായിരുന്നു. ഇത്തരം വീഡിയോ കോളിന് പിന്നിൽ സഹോദരിയുടെ സമ്മർദ്ദമാണോ എന്ന സംശയം സജീവമാണ്. ശ്രീധുവിനോട് ഹരികുമാർ വഴിവിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നുവെന്നും അടുപ്പത്തിന് കുഞ്ഞ് തടസ്സമാകുമെന്ന് കരുതിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ച വിവരം. അതേസമയം ഇതിലും സംശയങ്ങളേറെയാണ്. ഇരുവരുടെയും വാട്സപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. കേസിൽ അന്വേഷണം തുടരുകയാണെന്നും ശ്രീധുവിനെ കുറ്റവിമുക്തയാക്കിയിട്ടില്ലെന്നും റൂറൽ SP KS സുദർശൻ പറഞ്ഞു. ഫോൺ രേഖകളും സാഹചര്യ തെളിവുകളും പരിശോധിക്കുകയാണ്. ഹരികുമാർ മാനസിക രോഗത്തിന് 6 വർഷം ചികിത്സയിലാണെന്നാണ് കുടുംബം പറയുന്നത്. ശ്രീധുവിന്റെയും ഹരിയുടെയും കുടുംബം അന്ധവിശ്വാസികളാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. പോലീസ് കസ്റ്റഡിയിലെടുത്ത ജോത്സ്യൻ കരിക്കകം സ്വദേശി ശംഖുമുഖം ദേവിദാസിന്റെ അനുയായികളായിരുന്നു ശ്രീധുവും ഹരികുമാറും എന്നാണ് പോലീസ് കരുതുന്നത്. ഹരികുമാർ 1.5 വർഷത്തോളം ഇയാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നുവെന്ന് പറയുന്നു. വീട് വാങ്ങാൻ എന്ന പേരിൽ 30 ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി ദേവിദാസൻ തട്ടിയെടുത്തെന്നാണ് ശ്രീധു 2 ആഴ്ച മുമ്പ് പോലീസിൽ പരാതി നൽകിയത്. ഇക്കാര്യം സ്ഥിരീകരിക്കാനാണ് ദേവിദാസനെ ചോദ്യം ചെയ്തതെങ്കിലും അയാൾ നിഷേധിച്ചു. ഹരികുമാർ മറ്റൊരു മന്ത്രവാദിയുടെ സഹായിയായി പോയിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. ശ്രീധു മതപരമായ പൂജകളിൽ പങ്കെടുക്കുകയും പ്രഭാഷണങ്ങൾക്ക് പോവുകയും ചെയ്തിരുന്നുവെന്ന് പോലീസിന് വിവരം കിട്ടി.